ജനിച്ച നാൾ മുതൽ ജീവിതത്തിൽ ദുരിതങ്ങൾ മാത്രം വേട്ടയാടിയ കുഞ്ഞ്. മലപ്പുറം പെരിന്തൽമണ്ണയിലെ ഓട്ടിസം ബാധിതനായ ആ കുരുന്നിന് പിച്ച വെച്ച് നടക്കും മുൻപേ അമ്മയെ നഷ്ടപ്പെട്ടു. തുടർന്ന് മുത്തച്ഛൻ്റെ സംരക്ഷണയിൽ കഴിഞ്ഞ അവനെ കോടതി ഇടപെടലിലൂടെ പിതാവ് ഏറ്റെടുക്കുന്നു. സംസാരശേഷി പോലും ഇല്ലാത്ത 6 വയസ്സുകാരന് പിന്നീട് രണ്ടാനമ്മയിൽ നിന്ന് ഏൽക്കേണ്ടി വന്നത് കൊടിയ പീഡനം. കുട്ടിയെ ഭക്ഷണം നൽകാതെ പട്ടിണി കിട്ടുമെന്നും ശരീരത്തിൽ പൊള്ളലേൽപ്പിച്ചുവെന്നുമാണ് പരാതി. അധ്യാപിക കൂടിയായ നിലമ്പൂർ വടപുറം സ്വദേശിനി ഉമേറയ്ക്കെതിരെ ചൈൽഡ് ലൈൻ നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുത്തു. ഒളിവിൽ പോയ പ്രതിക്ക് വേണ്ടി പെരിന്തൽമണ്ണ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇവരെ സ്കൂളിൽ നിന്ന് പുറത്താക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ജൂൺ 4-ന് സ്കൂൾ സന്ദർശിക്കാനെത്തിയപ്പോഴാണ് കുട്ടിയുടെ അമ്മയുടെ അച്ഛൻ KT അബ്ദുസമദ് ശരീരത്തിലെ മുറിവുകൾ ശ്രദ്ധിച്ചത്. തുടർന്ന് അബ്ദുസമദ് ചൈൽഡ് ലൈനിനെ വിവരമറിയിച്ചു. ചൈൽഡ് ലൈൻ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തതോടെ കുട്ടിയുടെ രണ്ടാനമ്മ ഉമൈറ ഒളിവിൽ പോയി. കുട്ടിയുടെ ശരീരത്തിൽ മുറിവുകൾ ഉണങ്ങിയ പാടുകളുണ്ട്. സംസാരശേഷിയില്ലാത്ത കുട്ടിക്ക് ക്രൂരമായ പീഡനങ്ങൾ രണ്ടാനമ്മയിൽ നിന്നും അനുഭവിക്കേണ്ടി വന്നതായി KT അബ്ദുൽ സമദ് പറഞ്ഞു. കുട്ടിയുടെ സ്കൂളിൽ ചെല്ലുമ്പോൾ കുട്ടിയുടെ ദേഹത്ത് പൊള്ളിയ പാടും മുറിവുകളും കണ്ടത് പ്രകാരം ഞങ്ങൾ ചൈൽഡിന് കംപ്ലൈൻറ്റ് കൊടുത്തു. ആ കംപ്ലൈൻറ്റ് അവർ പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിലേക്ക് ഫോർവേഡ് ചെയ്തു. അത് പ്രകാരം അവർ നമ്മളെ വിളിച്ച് മൊഴിയെടുത്ത് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. FIR രജിസ്റ്റർ ചെയ്ത് കുട്ടിയുടെ രണ്ടാനമ്മേനെ പ്രാഥമിക അന്വേഷണത്തിൽ അവർ സമ്മതിച്ചിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. രണ്ടാമത് ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്ത ശേഷം അവൾ ഒളിവിലാണെന്നാണ് ഇപ്പോൾ പോലീസിന് കിട്ടിയ അറിവ്. അമ്മയുടെ മരണശേഷം അബ്ദുൽ സമദിന്റെ സംരക്ഷണയിലായിരുന്നു ഓട്ടിസം ബാധിതനായ കുട്ടി. പിന്നീട് കുട്ടിയുടെ പിതാവ് കോടതിയെ സമീപിച്ച് കുട്ടിയുടെ സംരക്ഷണം ഏറ്റെടുക്കുകയായിരുന്നു. പുതിയ സാഹചര്യത്തിൽ മലപ്പുറം കുടുംബ കോടതി താൽക്കാലിക ഉത്തരവിലൂടെ കുട്ടിയുടെ സംരക്ഷണം അബ്ദുൽ സമദിനും ഭാര്യയ്ക്കും കൈമാറിയിട്ടുണ്ട്. ഒളിവിൽ പോയ പ്രതിക്കെതിരെ അന്വേഷണം ഊർജിതമാണെന്ന് പെരിന്തൽമണ്ണ പോലീസ് പറഞ്ഞു. News 18 മലപ്പുറം.